പ്രിയമുള്ളവരെ, കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ ഭാഗത്ത്, കല്ലിങ്ങൽ ചിസ്തി മനസ്സിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് അതിൻ്റെയൊക്കെ നേരെ എതിർ സൈഡിലായിട്ട് വലിയൊരു കഞ്ചാവ് വേട്ട നടന്നിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ചില്ലറയൊന്നല്ല പിടിച്ചിട്ടുള്ളത്, 16 കിലോൻ്റെ മുകളിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ്, ലൈവ് കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആരാണ് ആളുള്ളത്? പുത്രത്താണി കല്ലിങ്ങല്ലേ? ചിസ്തി മനസ്സിൻ്റെ അടുത്തല്ലേ? നമ്മുടെ കല്ലിങ്ങലിൻ്റെ താഴെ ചിസ്തി മനസ്സിൻ്റെ നേരെ പമ്പിൻ്റെ അടുത്തായിട്ടല്ലേ ഇപ്പോൾ ഇത്? വൻ ലഹരി വേട്ട. എത്ര കിലോനാണ് ആ ചാക്ക് ഒന്നായിട്ട്? പ്രിയമുള്ളവരെ, പോലീസ് വാഹനത്തിന് മുകളിലായിട്ട് ഒരു ചാക്ക് നിങ്ങൾ കാണുന്നുണ്ടാകും. അത് നിറയെ കഞ്ചാവാണ്. അതുമായിട്ടാണ് ഈ പ്രതിയെ പിടിച്ചിട്ടുള്ളത്. പ്രതിയെയാണ് പോലീസ് വാഹനത്തിൻ്റെ 2 പോലീസുകാരുടെ മധ്യത്തിലായിട്ട് നിങ്ങൾ കാണുന്നത്. രാത്രി സമയമായതുകൊണ്ട് അത്രയ്ക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തെ കാണിക്കാൻ സാധിക്കുള്ളൂ. ഈ ആൾട്ടോ പഴയ ഒരു ആൾട്ടോ കാറിൽ നിന്നാണ് അദ്ദേഹത്തെ പിടിച്ചിട്ടുള്ളത്. പിടിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ബലം പ്രയോഗിക്കേണ്ടി വന്നു എന്നും കൂടി അറിയാൻ സാധിച്ചു. അതിൻ്റെ ഗ്ലാസ് തകർത്തുകൊണ്ടാണ്, ലോക്ക് ചെയ്തുകൊണ്ട് ഗ്ലാസ് തകർത്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കീഴടക്കിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി നാട്ടുകാരുടെ പ്രതികരണം. ആദ്യമായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധി നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കല്ലിങ്ങൽ ജനപ്രതിനിധി കൂടി ആളല്ലേ? അതെ. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഒരു ചാക്കാണ് പിടിച്ചിരിക്കുന്നത്. ഇത് പിടിച്ച ആള് സ്ഥിരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കേസുകളിൽ കുടുങ്ങിയ ആളാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ നിലവിലുള്ള ആളാണ്. പിന്നെ അതുകൊണ്ട് തന്നെ പോലീസ് അധികാരികൾ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടായിരിക്കും പിന്തുടർന്ന് പിടിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ നാട്ടുകാർ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞ വാക്കിലേ 1-2 പ്രാവശ്യം അങ്ങനത്തെ കേസിൽ മുമ്പ് പിടിച്ചിട്ടുണ്ടെന്ന്. അതെ. ഈ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ വീണ്ടും മങ്ങേപ്പുറത്തൂടെ ഇറങ്ങി പോരുന്നതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് വീണ്ടും ഇത്തരം ബിസിനസ് ചെയ്യാൻ എന്താ പറയുക പ്രചോദനമാകുന്നതും മറ്റുള്ളവർക്ക് ഇതൊരു പ്രശ്നമില്ലാതായി പോകുന്നു. അവരൊക്കെ ഇപ്പൊ ഇവിടെ പിടിച്ചതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധനങ്ങളാണ്. കഞ്ചാവ് പോലുള്ള ഒരു ബൾക്കായിട്ട് ഒരു ചാക്കിലുള്ള ആയിട്ടാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. മുമ്പ് ഇയാളെ പിടിച്ചപ്പോ നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ജാമ്യം കിട്ടും, പുറത്തിറങ്ങും. പിന്നെ അങ്ങനെ ഒരു പതിവ്. അപ്പൊ ആ പതിവൊക്കെ ഇനി തെറ്റിക്കണം. നമ്മളെ സമൂഹത്തെ രക്ഷപ്പെടുത്തണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ഇവരെ കെണിയിൽ ധാരാളമായിട്ട് വിടണം. തീർച്ചയായിട്ടും നമ്മുടെ ഭാവി നമ്മൾ ആകെ സ്വപ്നം കാണുന്നത് നമ്മുടെ മക്കളിലൂടെയാണ്. അങ്ങനെയുള്ള മക്കൾ പഠിക്കേണ്ട സമയം ഇങ്ങനെയൊക്കെയുള്ള ലഹരിക്ക് അടിമപ്പെട്ടാൽ ഇങ്ങനെയുള്ള കുറെ ആളുകൾ എന്ത് ചെയ്യാണ്? അവരൊക്കെ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മള് വളരെ ആശങ്കയുണ്ട്. കാരണം നമ്മളെ യുവതലമുറ പലരും അറിഞ്ഞും അറിയാതെയും ഇതിൽ പോയി പെടുന്ന ആളുകളുടെ ഉപയോഗിക്കുന്ന ആളുകളായി മാറുന്നു. അതുപോലെ വിദ്യാർത്ഥിനികള് അവരൊക്കെ നമുക്ക് ആശങ്കയോടുകൂടിയാണ് ഇത് കാണുന്നത്. അതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യം. ഈ വാഹനം ഇതിൽ നിന്നാണ് പിടിച്ചത്? ഈ വാഹനത്തിൽ നിന്നാണ് ഇത് പിടിച്ചിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കാറല്ലേ? പിന്തുടർന്ന് പിടിച്ചതെന്നുള്ളതാണ് അറിവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. ഇവിടെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചെന്ന് പറഞ്ഞേ. എവിടെ ആ ഗ്ലാസ് പൊട്ടിച്ചൊക്കെ കാണട്ടെ. എന്താ ഇതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് അവനെ പിടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അല്ലേ? അതെ. അപ്പോൾ ഗ്ലാസ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പോലീസ് പിടിച്ചാണല്ലേ? ഇല്ലില്ല, അവനതാ വണ്ടിയിലതാ, പോയി കണ്ടോളി. ഇതാ പോലീസ് വണ്ടിയിലതാ അവനെ നടുവില്. അപ്പോൾ ഈ വാഹനത്തിലാണ് ഈ പ്രതിനെ പൊക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വാഹനത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിട്ടാണ് പോലീസ് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ലോക്ക് ചെയ്തവനെ ഇറങ്ങാൻ സമ്മതിക്കാതെ ബലം പിടിച്ച് പോലീസുകാർക്കൊക്കെ പരിക്കുണ്ടെന്ന് പറഞ്ഞാൽ 2-3 പോലീസുകാർ പിടിച്ചൊതുക്കിയിട്ടും അവനെ നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ പ്രതിയുടെ പേര് ആഷിം എന്നാണ് നാട്ടുകാരിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അടുത്തതായി നാട്ടുകാരിൽ ഒരാൾ പ്രതികരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് സംഭവം? ഞാനിപ്പോൾ ഈ വയ്യാത്രയിലാണ് ഇങ്ങോട്ട് മീൻ പിടിക്കാൻ വേണ്ടി വൈക്കേറ്റ് പോകണം. അപ്പോൾ ആൾക്കൊണ്ട കണ്ട് നിന്നതാണിത്. അപ്പോൾ ഒരു ചാക്ക് കഞ്ചാവുമായിട്ടാണ് ഒരു യുവാവ് ഇവിടെ പിടിയിലായിട്ടുള്ളത്. അതെ. ഒരു ചാക്കാണ് പോലീസ് വണ്ടിന്റെ മേലെ കാണുന്നത്. ഒരു ചാക്ക് പോലീസ് വണ്ടിന്റെ മേലെ കാണുന്നത്. എന്തായാലും പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നടപ്പിലാക്കിയ ഈ തൂഫാൻ വൻ വിജയത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. നാട്ടിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച് ഒരുപാട് ലഹരി മാഫിയ സംഘങ്ങൾ ഈ നാട്ടിൽ വലസുണ്ട്. ഇതിൻ്റെ കണ്ണികളെ കണ്ടുപിടിച്ചിട്ട്
അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എന്നാലേ ഈ നാട് ഇതിനൊരു പൂർണ്ണ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? പൂർണ്ണ പരിഹാരം കാണാൻ കഴിയുള്ളൂ. ഇവർ ഇനിയും ജാമ്യത്തിലിറങ്ങി വീണ്ടും ഈ ഏർപ്പാടുമായി വീണ്ടും ഇറങ്ങും. ഈ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ MDMA ആയിട്ടും കഞ്ചാവുമായിട്ടും ഒരുപാട് തവണ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഈ ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങും. നമ്മളെ നാട്ടിലെ കുട്ടികളെ വയ്യാതാരമാക്കും. അപ്പോൾ ഇതിനെതിരെ ജനങ്ങൾ ഒരുമിച്ച് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഇറങ്ങി നാടിനെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. ഊറി ചാക്ക് കഞ്ചാവില്ലേ? ഊറി ചാക്ക് ഏകദേശം എത്ര 16 സംതിങ് ആണല്ലോ തൂക്കത്തിന് കണക്ക് പറഞ്ഞത്. 16 കിലോൻ്റെ മുകളിൽ കല്ലിങ്ങൽ കൽപ്പകഞ്ചേരി ചിസ്തിമൻസിൻ്റെ ഒക്കെ എതിർ സൈഡിലായിട്ട് കണ്ടെത്തിയ സംഭവമാണ്. ഈ ഒരു ചാക്കിലാണ്. നാട്ടുകാരുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സഹകരണമാണ് പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പോലീസ് പിടിക്കപ്പെട്ട കഞ്ചാവും മറ്റു കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അതിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. ഇനി പ്രതിയെ ഇവിടുന്ന് കൊണ്ടുപോകുന്നവരെയുള്ള കാഴ്ചകളുണ്ട്. അതിനിടയിൽ നമ്മോട് ഇവിടുത്തെ സനം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുള്ള സംസാരമുണ്ട്. അവർ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തങ്ങളുടെ ഗ്രാമത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യുവാക്കളും കൂടിയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ നാട്ടുകാരുടെ സഹകരണം വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് പറയാനുള്ളത്? ഈ ലഹരിയുമായിട്ട് എന്നും നമ്മൾ കരുത്തരായിട്ടുള്ള ഒരു യുവ സംഘടനയാണ് നമ്മളെ സനം ക്ലബ്ബ്. അതിനെ എപ്പോഴും നമ്മൾ എതിർത്തിട്ടേ ഉള്ളൂ. അത് ലഹരിയുമായിട്ട് വരുന്നവരെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ഇപ്പോൾ 2-3 ദിവസം മുമ്പ് തന്നെ പല സ്ക്വാഡ് വർക്കുകളും നമുക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മൾ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തും ചെയ്തിരുന്നു. അവർ നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണ് ഇന്നിപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. വെച്ചാൽ ചില്ലറയല്ല, അതികഠിനമായിട്ടുള്ള ഒരു 16 കിലോത്തോളം തൂക്കം വരുന്ന കഞ്ചാവാണ് പിടിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള യുവാക്കളുടെ അവര് വലിച്ചു തീർക്കേണ്ട ഒരു സംഭവമാണിത്. ഇവിടെ പുകഞ്ഞു തീർന്നത് ഇപ്പത്തെ ഇതിൽ. അപ്പൊ അതിന് തൂഫാന്റെ ഒരു ബിഗ് സല്യൂട്ടൻ അവർക്ക് കൊടുക്കണം. ആ പോലീസുകാർ അത്രയും മെനക്കെട്ടിട്ടുണ്ട്. എന്താ വെച്ചാല് 3 പേര് ഒരാളെയാണ് മല്ലിട്ടിട്ട് അവർ പിടിച്ചിട്ടുള്ളത്. അവർക്ക് ബിഗ് സല്യൂട്ടിന് കൊടുക്കണം. എന്താ വെച്ചാല് അവരെ മേറ്റ് ശരീരത്തിൽ അവർക്ക് പരിക്കെല്ലാം നല്ല പറ്റിയിട്ടുണ്ട്. പരിക്കുകൾ എന്താ വെച്ചാല് ഉദ്യോഗസ്ഥന്മാർക്ക് അവര് പിടിച്ച് ഗ്ലാസ് ഉടച്ചിട്ടാണ് അവനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കാണാനുണ്ട്, അത്രത്തോളം കാണാനുണ്ട്. നമ്മൾ പല പ്രാവശ്യങ്ങൾക്കും ഈ വ്യക്തി പല സമാനമായ കേസുകളിൽ ലഹരിന്റെ കേസുകളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഇതിന് സനം ക്ലബിന്റെ ഏറ്റവും ഇതുമായിട്ട് എന്ത് ഇടപെടലിനും സനം ക്ലബ്ബ് തയ്യാറാണ്. സനങ്കൽ നിങ്ങളുടെ ക്ലബിനെ കുറിച്ച് പറയാൻ കാര്യം, മുമ്പ് ക്യാരം ബോർഡ് മത്സരമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നമ്മളൊരു ബൈറ്റ് എടുത്തിരുന്നു. അന്ന് നിങ്ങൾ സൂചിപ്പിച്ചതാണ് ഈ ലഹരി സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ ശ്രദ്ധ കൊണ്ടുവരാനും അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന വിട്ടുവീഴ്ചകളില്ലാത്ത നടപടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അപ്പം എന്തായാലും അതനുസരിച്ചുള്ള സഹകരണങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് വന്നു. അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രതികരണം തന്നു. അപ്പോൾ താങ്ക് യു, നന്ദി. അടുത്ത് സനങ്കലിന് ഇവന്റെ പ്രായമാണ്. ഈ പ്രായം എന്ന് പറഞ്ഞാൽ 22-21 വയസ്സായ ഒരു ഇതില് ഈ പ്രായത്തിൽ തന്നെ അവർക്ക് നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് കേസിലുണ്ട്. പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങും. അപ്പൊ ഇത്ര കൂടുതൽ വലിയൊരു സാധനം, ഒരു 10-16 കിലോന്റെ സാധനം അവന്റെ കരുത്ത് കിട്ടുകൊണ്ട് ഇനി പുറത്തിറങ്ങൂല എന്നാണ് നമ്മൾ വിചാരം. എവിടെ വന്നിട്ട് സാക്ഷി പറയാനും തയ്യാറാണ്. അവർക്ക് എന്ത് ശിക്ഷ കിട്ടാനും ഞങ്ങൾ ക്ലബിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവരും തയ്യാറാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് പോലീസിന് വേണ്ട കാര്യങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഒക്കെ ചെയ്തു കൊടുത്തത്. നമുക്ക് ലൈവ് ശ്രദ്ധിച്ചതാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും കുട്ടികളെ കയ്യിലേക്ക് എത്തിപ്പെടേണ്ട സാധനമല്ലേ ഇവിടെ 16 കിലോ പോലെ ഉണ്ട്. അല്ല, നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ പോലും ഇവർ എന്താ പറയാ ഇതിലേക്ക് അടിമപ്പെടുത്തിക്കൊണ്ടുണ്ട്. ഒരുപാട് കേസ് ഉണ്ടാവും. 2 ദിവസം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങും. അതാണ് ഒരുപാട് ഇത്തരം ആളുകൾക്ക് വളർന്നു വലുതാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അറിയാൻ കഴിഞ്ഞത് ഒരു ഇൻസ്റ്റാഗ്രാം ഒരു പേജ് ഉണ്ടാവും, ഒരു ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട്. ആ ഗ്രൂപ്പ് താവളമാക്കിയിട്ടാണ് ഇവരെ മെയിൻ ആയിട്ടുള്ള വിൽപ്പനയും ഇതൊക്കെ. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് യുവാക്കളെ, കുട്ടികളെ തലമുറയെ വഴിതെറ്റിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. അതായത് ഇവരെ ഇത് സംബന്ധമായിട്ട് അഡീഷണൽ സെന്ററിൽ ഇവന്റെ കൂട്ടുകാരായിട്ട് നിൽക്കുന്ന ആൾക്കാരും നമുക്കറിയാം. ഇവരെ ബേസിക് ചെയ്തിട്ട് ഇവർ കുട്ടികളെയാണ് കൊണ്ടുവരിക. എത്രയോ കുട്ടികളാണ് അഡീഷണൽ സെന്ററിൽ ഇപ്പോഴും കഴിയുന്നുണ്ട്. അത് നമുക്ക് അറിയുന്നുണ്ട്. നമ്മളെ കെയർ ഓഫിൽ തന്നെ പോയ കുട്ടികളുണ്ട്. അതായത് ഇതിനെ അടിമപ്പെട്ടു പോയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു രൂപത്തിലോട്ടാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു വ്യക്തിനെ ഒറ്റപ്പെടുത്തുക ചെയ്യും. ഒരു കാരണവശാലും സനം ക്ലബിന്റെ ഭാഗത്തിന് എന്ത് ഇച്ഛാശക്തിയും ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. കല്ലിങ്ങലുള്ള ആളാണോ? അതെ.
തണ്ണീർച്ചാൽ ആ ഏരിയയിലുള്ള തണ്ണീർച്ചാൽ എന്ന് പറയുന്ന ഒരു ബേസിക് ആണ്, ഒരു ഏരിയയാണ് നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞത്. ഒരു വീട് സ്ഥിതി ചെയ്യുന്ന കല്ലിങ്ങൽ 8ാം വാർഡിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പ്രതിയെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. പോലീസിൻ്റെ മറ്റു നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ പോലീസ് വരെ കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൻ്റെ ചിസ്തി മനസ്സിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് വെച്ചിട്ടാണ് ഈ പ്രതിയെ പോലീസ് വണ്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ വണ്ടി ലോക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പോലീസുകാർ ഒത്തിരി പാടുപെട്ടിട്ടാണ് ഈ പ്രതിയെ കീഴടക്കിയത് എന്നും കൂടി അറിയാൻ സാധിച്ചു. പോലീസ് ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് ഇവനെ പൊക്കി കൊണ്ടുവരാൻ വേണ്ടി. കേവലം 21-22 വയസ്സ് മാത്രമാണ് അവൻ്റെ പ്രായം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിൻ്റെ ഇത്രയേറെ കഞ്ചാവുമായിട്ട് പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള മാഫിയകളെ തൂത്തെറിയാൻ സാധിക്കുള്ളൂ. ഒരുപാട് രക്ഷിതാക്കളുടെ പ്രതീക്ഷകളാണ് അവരവരുടെ മക്കൾ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അവരുടെ പ്രതീക്ഷകളും അവരുടെ സ്വപ്നങ്ങളും തകർന്ന് തരിപ്പണമാക്കാൻ വേണ്ടി ഇങ്ങനെ ചില മാഫിയ നമ്മുടെ നാട്ടിൽ പിടിമുറുക്കുമ്പോൾ നിയമപാലകരോട് നല്ല രീതിയിലുള്ള സഹകരണവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയുമേറെ യുവാക്കളെ രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ ഒത്തിരി രക്ഷിതാക്കളുടെ സ്വപ്നം തകർന്നു പോകാതിരിക്കാനും നമുക്ക് സാധിക്കും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ വീഡിയോ ചുരുക്കുകയാണ്. പ്രതി വന്ന കാറാണ് പോലീസ് കൊണ്ടുപോയത്. അതും കൂടി പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.